വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് തനു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കേക്കാണ്, ഓറിയോ കേക്ക്. കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഓവൺ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ കേക്കിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവണോ ബീറ്ററോ പ്രഷർ കുക്കറോ നോൺ സ്റ്റിക്ക് പാത്രമോ ഒന്നും ഇല്ലാതെ മുട്ട ചേർക്കാത്തൊരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് തന്നെ ഉണ്ടാക്കാൻ കരുതി. ഈ കേക്കിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതുപോലെ ഈ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങളും അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കേക്കിൻ്റെ മോൾഡ് ഇറക്കി വെക്കാനുള്ള പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ അലൂമിനിയത്തിൻ്റെ കുറച്ച് വെയിറ്റുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ പാത്രം കുറച്ച് വലിപ്പം കൂടുതലാണ്, പക്ഷേ ഈ വീഡിയോയിൽ ഇത് സൂം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒന്നും കൂടി വലിപ്പം തോന്നുന്നുണ്ട്. ഇത്രയും വലിപ്പം വേണമെന്നില്ല. ഈ പാത്രത്തിൽ ഒരു ലെയർ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഈ ഉപ്പിന് പകരം നല്ല വൃത്തിയുള്ള ഡ്രൈ ആയിട്ടുള്ള മണലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ മോൾഡ് വെക്കാനുള്ള ഒരു തട്ട ഇറക്കി വെക്കണം. ഞാനിവിടെ മൺചട്ടിയൊക്കെ വെക്കാറുള്ള ഒരു തട്ട അല്ലെങ്കിൽ റിങ്ങാണ് ഇതിൽ വെക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കണം. അടുത്തത് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 360 ഗ്രാം ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് എണ്ണം പറയുകയാണെങ്കിൽ ഒരു 38 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിൽ കട്ട ഒന്നുമില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിത് 2 ബാച്ചായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റണം. ഈ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയ വലിയൊരു ബൗളിലേക്ക് വേണം മാറ്റാൻ. ഇതുപോലെ ബാക്കിയുള്ള ബിസ്ക്കറ്റും പൊടിച്ചെടുക്കണം. ഈ പൊടിച്ചു വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് കൂടാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു കപ്പ് പാൽ വേണം. ഞാനിവിടെ ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഈ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ അതിന് പകരം ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചത് ചേർത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണ് വിനീഗർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതോ അല്ലെങ്കിൽ ചൂടാക്കിയതോ ഒന്നും ആയിരിക്കരുത്. അത് നോർമൽ ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. പിന്നെ എൻ്റെ കയ്യിലുള്ള കേക്കിൻ്റെ മോൾഡ് അത്യാവശ്യം വട്ടമുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തത്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള കേക്കിൻ്റെ മോൾഡ് ചെറുതാണെന്നുണ്ടെങ്കിൽ എല്ലാതും ഇതിൻ്റെ പകുതി എമൗണ്ട് എടുത്താൽ മതിയാവും. ഇനി ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ഈ പൊടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പാല് നന്നായി മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വിനീഗറും ബേക്കിംഗ് സോഡയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബബിൾസ് വരുന്നത് നിന്ന് കഴിയുമ്പോൾ
നമ്മളിത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മോൾഡിൽ ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തൂവിയിട്ട് അതിൻ്റെ ബേസിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ കട്ട് ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഒന്നോ രണ്ടോ വട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. ഇതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പം നമ്മളുടെ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കേക്കിൻ്റെ മോൾഡ് ഇതിലേക്ക് ഇറക്കി വെക്കണം. എന്നിട്ട് ഇത് മൂടി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഏറ്റവും മിനിമമാക്കി വെക്കണം. ഇനി ഇതിൻ്റെ മേലൊരു വെയിറ്റ് കയറ്റി വെക്കണം. ഒരു ഇഷ്ടിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്ലോ വെയിറ്റുള്ള പാത്രം എന്തെങ്കിലും വെക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇഷ്ടികയൊന്നും ഇല്ലാത്തതിൽ ഞാനൊരു മൺചട്ടിയാണ് വെക്കുന്നത്. എന്നിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റെങ്കിലും കഴിയാതെ ഇത് തുറക്കരുത്. ഇപ്പോൾ ഇത് കറക്റ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്നു നോക്കാൻ പോവാണ്. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ കേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതിൻ്റെ മിഡിലായിട്ടൊന്ന് കുത്തി നോക്കണം. ഇത് ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് വെന്ത് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കേക്ക് ഇതിൽ നിന്ന് ഇറക്കി വെക്കണം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷമാണ് ഈ മോൾഡിൽ നിന്ന് കേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ അരികിലൊന്ന് വിടിയിച്ചെടുക്കണം. ഈ കേക്ക് മോൾഡിനൊരു ബക്കിളുണ്ട്, അതുപോലെ ഇതിൻ്റെ ബേസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ബക്കിൾ അഴിച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്തൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കേക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് വലിച്ചാൽ തന്നെ വിട്ടുപോരും. ഇനി ഇത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാൻ പോവാണ്. ഇല്ലെങ്കിൽ ഇതിന് പകരം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചാലും മതി. ഇത് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഒഴിക്കുക, കൂടുതലോ കുറവോ. എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി കേക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോയ്സ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.